എന്താടാ നിങ്ങവിടെ ഉണ്ടായിരുന്നാ നിങ്ങള് കാണേണ്ടത് എന്റെ പൊന്നുമുത്ത കാണാനാ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ ഇനി അടുത്ത തമാശ ഞാൻ പറയാം കേട്ടോ. അത് വേണ്ട, ഞാനിപ്പോ ഒരെണ്ണം പറഞ്ഞല്ലോ, ഇനി ചേട്ടൻ ഒരെണ്ണം പറഞ്ഞു. അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാണ്. ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായമനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. റിപ്പോർട്ടില് മരണകാരണം അതല്ല എങ്കിൽ പോലും ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. തലയുടെ ബാക്കിൽ. അപ്പോ അതൊന്നും ഇതിന് ശിവന് കൈലാസമത അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ഈ സത്യസന്ധത മാത്രം അതും ബാക്കില് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാനാ ഞങ്ങൾ അനുഭവിച്ചിട്ട്. ഒരു കൊതു കടിക്കാനാ ഞങ്ങൾ അനുഭവിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. എന്റെ അറിവില്ലാന്ന് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി ഒരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ, മറ്റേത് അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? Injury to deeper structures including skeleton. മുറിവുകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, വിറവ് മുറിക്കുന്ന ആളാണ്, മരം ഈ മരം തടിയെടുത്ത് ചുമന്ന് ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം. ഈ വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. അതല്ല, നേരത്തെ ഈ ചതവും മുറിവൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിൽ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തിനും വരില്ല. അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. ഇഷ്ടം കൈലാസം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. ഇല്ലാത്ത എന്തിനാണ് പറയണത്? പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞില്ല, അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ